ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെറൈറ്റി വേൾഡ് ഡിസൈൻസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ്. കണ്ടല്ലോ, നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഈ ഒരു അംബ്രല്ല ടോപ്പ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് എന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ഈ നെക്ക് വി നെക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോ നമുക്ക് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. അപ്പോൾ കട്ട് ചെയ്ത ഈ ഒരു ക്ലോത്തൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സ്കേർട്ടിനുള്ള പാർട്ടൊക്കെ മാറ്റി വെച്ച് ആദ്യം നമുക്ക് യോക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് യോക്ക് പാർട്ട് ഇതുപോലെ എടുത്ത് ആദ്യം നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് എടുക്കുക. ഫ്രണ്ട് പാർട്ടാണ് ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിൽ നിന്ന് നമ്മൾ അടയാളപ്പെടുത്തിയ ആ ഒരു പീസ് ഫ്രണ്ട് പാർട്ടിന് വേണ്ടി എടുക്കുക. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ മിഡിൽ കണക്കാക്കി ഇതുപോലെ മടക്കി നമുക്ക് നെക്ക് അടയാളപ്പെടുത്താം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ട് എടുത്ത് നെക്ക് അടയാളപ്പെടുത്താം. അപ്പോൾ നമുക്ക് 2.25 മതി വിടുത്ത്. അപ്പോൾ നമുക്ക് വീനക്കായത് കൊണ്ട് 1/4 ഇഞ്ച് ഏറെ എടുക്കുക. അപ്പോൾ നമുക്ക് എത്രയാണ് വിടുത്ത് വേണ്ടത് അതിലേക്കൊരു 1/4 ഇഞ്ച് 1/2 ഇഞ്ചൊക്കെ ഏറെ എടുത്തിട്ട് വേണം വീനക്കിന് വേണ്ടി കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ വീനക്കിന് വേണ്ടി ഞാനിവിടെ 3 ഇഞ്ച് വിടുത്ത് അടയാളപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ലെങ്ത്ത് 5.5 അടയാളപ്പെടുത്തി. അപ്പോൾ വിടുത്ത് 3 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് 5.5 ഇഞ്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ക്രോസിൽ ലൈൻ കൊടുക്കുക. അപ്പോൾ വീനക്ക് ഇതുപോലെയാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മളിവിടെ വളരെ ഈസി ആയിട്ടാണ് ഈ ഒരു സ്റ്റിച്ചിങ് ഇവിടെ കാണിക്കുന്നത്. അപ്പം ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിച്ചിങ് ഇതുപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ലൈനിങ്ങിൽ ആണിത് ഈ ഒരു നെക്ക് അടയാളപ്പെടുത്തുന്നത്. എന്നിട്ട് നമ്മൾ മെയിൻ ക്ലോത്തിൽ നല്ല ഭാഗത്ത് വെച്ച് മറിച്ചാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്യുക. ഇനി നമ്മളിപ്പോൾ വരച്ച ആ ഒരു നെക്ക് അടുത്ത ഭാഗത്തേക്കും പ്രിൻ്റ് ആവാൻ വേണ്ടി ഇതുപോലെ നടു മടക്കി പ്രസ് ചെയ്യുക. കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്താൽ നമ്മൾ അടയാളപ്പെടുത്തിയത് അപ്പുറത്തുള്ള ഭാഗത്തേക്കും കണ്ടല്ലോ ഇതുപോലെ പ്രിൻ്റ് വരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് കട്ടിയിൽ ഇങ്ങനെ വരച്ചതിന് ശേഷം നമുക്ക് യോക്ക് പാർട്ടിൽ ഈ ഒരു ലൈനിലൂടെ തന്നെ അറ്റാച്ച് ചെയ്തെടുക്കാം. ഇനി അടുത്തതായി മെയിൻ ക്ലോത്ത് ഫ്രണ്ട് പാർട്ട് യോക്ക് എടുത്ത് ഇതുപോലെ മിഡിൽ അടയാളപ്പെടുത്തുക. ഇതുപോലെ നോച്ചിട്ട് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മുടെ ലൈനിങ്ങിലുള്ള ആ ഒരു വരച്ച ഒരു നെക്ക് ഉണ്ടല്ലോ, ഇതുപോലെ കറക്റ്റാക്കി മിഡിൽ കണക്കാക്കി വെച്ച് പിൻ ചെയ്ത് വെക്കുക. ഇളകി പോവാതിരിക്കാൻ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ പിൻ ചെയ്ത് വെക്കുക. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാം ഈ വീഡിയോ കണ്ടാൽ. ഇതുപോലെ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ വരച്ച ലൈനിലൂടെ ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടില്ല, സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി താഴെ ആ ഒരു കോണിലെത്തുമ്പോൾ സൂചി നിർത്തി ഫോട്ട് പൊന്തിച്ച് ഇതുപോലെ തിരിച്ച് മുകളിലേക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവുക. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യാൻവാസ് ഒന്നും വേണ്ട ആവശ്യമില്ല, നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി ഈ ഒരു ബാലൻസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ നോച്ചിട്ട് കൊടുക്കുക. അപ്പോൾ വീണ്ടും പറയാണ്, അപ്പോൾ ഈ സ്റ്റിച്ചിങ് തുടങ്ങുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ കണ്ടാൽ വളരെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലും ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത്. അപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ വീഡിയോ കണ്ട് ഇതുപോലെയൊക്കെ ചെയ്യട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ മറിച്ചിട്ട് ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ വീനക്ക് വന്നിട്ടുണ്ട്. ഇനി ഒരു പ്രസ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ പ്രസ്റ്റിച്ച് കൊടുക്കുമ്പോൾ കറക്റ്റാക്കി ലൈനിങ് ഉള്ളിലേക്ക് നല്ല കവർ ചെയ്തിട്ട് വേണം പ്രസ്റ്റിച്ച് കൊടുക്കാൻ. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടുകളും എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരണേ, കമൻറ്റിൽ അറിയിക്കണേ. കണ്ടല്ലോ, നമ്മുടെ നെക്ക് ഇവിടെ പ്രസ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ കിട്ടി. ഇനി നമുക്ക് ഈ ഒരു മെയിൻ ക്ലോത്തും ലൈനിങ്ങും ഇതേപോലെ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക. ഇനി ഇതുപോലെ തന്നെ ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്യാം. ബാക്ക് നെക്ക് നമ്മൾ 3 ഇഞ്ച് വിടുത്തും ലെങ്ത്ത് നമുക്ക് എത്രയാണ് വേണ്ടത് അത് അടയാളപ്പെടുത്തി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ബാക്ക് നെക്ക് വിടുത്ത് 3 ലെങ്ത്ത് 3 അടയാളപ്പെടുത്തി പെട്ടിക്കോളമായി വരച്ച് കർവ് വരച്ച് നമ്മൾ ഫ്രണ്ട് നെക്ക് പ്രസ് ചെയ്തതുപോലെ തന്നെ മറിച്ചിട്ട് പ്രസ് ചെയ്ത് എടുക്കുക.
എന്നിട്ട് അതിൻ്റെ മെയിൻ ക്ലോത്തിൽ നല്ല വശത്ത് വെച്ച് നമ്മൾ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ വീഡിയോ കുറച്ച് സ്പീഡാക്കിയത് ഫ്രണ്ട് പാർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് സാവകാശം വിട്ടതാണല്ലോ, ആ വീഡിയോക്ക് ലെങ്ത്ത് കൂടാതിരിക്കാൻ കേട്ടോ അതുപോലെ വേഗം സ്പീഡിൽ ചെയ്യുന്നത്. ഇനി സ്റ്റിച്ചിൽ കൊള്ളാതെ ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് സ്റ്റിച്ചിൽ കൊള്ളാതെ നോച്ചിട്ട് മറിച്ചിടുന്നതിന് മുന്നേ നമുക്ക് ഷോൾഡറിന് അറ്റാച്ച് ചെയ്യാനുണ്ട്. സ്റ്റിച്ചിൽ കൊള്ളാതെ ഇതുപോലെ ചെറിയ ചെറിയ കട്ടുകൾ കൊടുത്ത് നമുക്കിനി ഷോൾഡറിന് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് കവർ ചെയ്തിട്ടാണ് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലൈനിങ് ഇതുപോലെ വെക്കുക. കണ്ടല്ലോ, രണ്ട് ഷോൾഡറിൻ്റെ ഭാഗത്തുള്ള ലൈനിങ് ഇതുപോലെ വെച്ച് അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ എഡ്ജ് അവിടെ കാണുന്നുണ്ടല്ലോ, ആ ഒരു എഡ്ജിൽ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം നെക്ക് ചേർത്ത് വെക്കുക. കണ്ടല്ലോ, ഇതുപോലെ നല്ല വശം ചേർത്ത് വെച്ച് ലൈനിങ് ഇതുപോലെ കണ്ടല്ലോ, ഇതിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ലൈനിങ് മറിച്ചിട്ട് കണ്ടല്ലോ. അപ്പോൾ നമുക്ക് താഴെ നമുക്ക് മെയിൻ ക്ലോത്തിൻ്റെ 2 പീസും മുകളിൽ 2 ലൈനിങ് പീസുമാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ആ സ്റ്റിച്ചിങ്ങിൻ്റെ എഡ്ജൊക്കെ ഉള്ളിലേക്ക് കവർ ചെയ്തിട്ട് കിട്ടും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും നല്ല ക്ലിയറായി കാണുന്നുണ്ടോ? വീഡിയോക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് സാരില്ല, എന്നാലും ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ? അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യുക. കണ്ടില്ല, ഒരു ഭാഗം ഷോൾഡർ നമ്മൾ അറ്റാച്ച് ചെയ്തു. ഇനി അടുത്തത് ഇതുപോലെ തന്നെ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് ഇതുപോലെ ലൈനിങ് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ പലതവണ വിട്ടതാണ്, അതുകൊണ്ട് വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് പോയി കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ വിടുന്നത്. അപ്പോൾ എല്ലാവർക്കും നമുക്കറിയുന്നത് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു വേറെ സുഖമാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ചെയ്ത് നോക്കണേ. കണ്ടല്ലേ, നമ്മുടെ 2 ഷോൾഡറും അറ്റാച്ച് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ആ ഷോൾഡർ എഡ്ജൊക്കെ ഉള്ളിലേക്ക് കവർ ചെയ്ത് കിട്ടി. ഇനി നമുക്ക് ബാക്ക് പാർട്ടും ഇതുപോലെ തന്നെ ലൈനിങ്ങുമായി അറ്റാച്ച് ചെയ്യുക. അതുപോലെ പ്രസ്റ്റിച്ച് കൊടുക്കുക. ആ ബാക്ക് നെക്ക് പ്രസ്റ്റിച്ച് കൊടുക്കുമ്പോൾ ഷോൾഡറിൽ നിന്നും തുടങ്ങി അടുത്ത ഷോൾഡർ വരെ പ്രസ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ നെക്ക് ഇവിടെ ഫുള്ള് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഫുള്ളായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ ഫുള്ള് അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കട്ടിങ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയെങ്കിൽ മാത്രമാണ് ഇതുപോലെ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ സുഖം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ കട്ടിങ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. കണ്ടല്ലോ, നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടി. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അറ്റാച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം സ്ലീവ് ഇതുപോലെ വെച്ച് ലൈനിങ്ങും 2 മിഡിൽ കണക്കാക്കി വെച്ച് ഫുൾ അറ്റാച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ സ്ലീവിൻ്റെ ചീത്തവശത്ത് ലൈനിങ് വെച്ച് മിഡിൽ 2 കണക്കാക്കി വെച്ച് ലൈനിങ്ങും മെയിൻ ക്ലോത്തും അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ലൈനിങ് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ, ലെങ്ത്ത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെങ്ത്തിൻ്റെ അവിടെ എഡ്ജ് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തൊക്കെ അറ്റാച്ച് ചെയ്തു, അതിൻ്റെ എഡ്ജൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറിൽ ഇതൊന്ന് അറ്റാച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഷോൾഡറിൻ്റെ മിഡിലും സ്ലീവിൻ്റെ മിഡിലും കറക്റ്റാക്കി വെച്ച് ഫുള്ളൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക. എന്താണെന്നറിയില്ല, പുതിയ മൊബൈലൊക്കെ തന്നെയാണ്, പക്ഷേ വീഡിയോ എന്തോ പ്രശ്നമുണ്ട്. വീഡിയോ അങ്ങനെ ബ്ലറായി പോകുന്നുണ്ട്, എന്താണെന്നറിയില്ല. അപ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലൊക്കെ കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം കാണാം. അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്തൊന്നും ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ വിടുന്നില്ല. ഫുള്ളായിട്ട് വിടുകയാണെങ്കിൽ വീഡിയോ കുറേ ലെങ്ത്ത് കൂടും, അപ്പോൾ ആർക്കും കാണാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ 2 സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതുപോലെ ചീത്തവശം ഇതുപോലെ നിവർത്തി വെച്ച് നമ്മുടെ ആ സ്ലീവിൻ്റെ അറ്റാച്ച് ചെയ്ത
നമ്മളെ സ്റ്റിച്ചിങ് കറക്റ്റാക്കി വരുന്ന രീതിക്ക് ആം ഹോളൊക്കെ പിടിച്ച് അവിടെയൊക്കെ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് എല്ലാ ഭാഗവും നമ്മുടെ കറക്റ്റ് അളവ് അടയാളപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ മിഡിൽ ഇതുപോലെ അടയാളപ്പെടുത്തി നമുക്ക് കറക്റ്റ് അളവ് അടയാളപ്പെടുത്തുക. അപ്പോൾ 16 നമുക്ക് വേസ്റ്റിൻ്റെ വിടുത്ത് വേണ്ടത്. അപ്പോൾ നമുക്ക് 8 ഇഞ്ച് നടുവിൽ വരുന്ന രീതിക്ക് വെച്ച് ടേപ്പ് പിടിച്ചതുപോലെ അടയാളപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ചെസ്റ്റും വേസ്റ്റൊക്കെ അടയാളപ്പെടുത്തി എന്നിട്ട് അതുപോലെ വരച്ചെടുത്തു. ഇനി സ്ലീവിൻ്റെ വിടുത്ത് താഴെയും മസിലിൻ്റെ അവിടെയൊക്കെ നമ്മളെ വിടുത്ത് എത്രയാണോ അത് അടയാളപ്പെടുത്തി വരച്ചെടുക്കുക. എന്നിട്ട് ആ ലൈനിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഒരു സ്റ്റിച്ചിൽ നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു സ്റ്റിച്ചിൽ നമുക്ക് കറക്റ്റ് അളവ് നമ്മൾ വരച്ച് ആ ലൈനിലൂടെ അല്ലേ സ്റ്റിച്ച് ചെയ്യുന്നത്, നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ കണ്ടല്ലോ നമ്മുടെ സ്ലീവും ചെസ്റ്റ് വേസ്റ്റൊക്കെ അടയാളപ്പെടുത്തി ഞാൻ ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടല്ലോ സ്ലീവിൻ്റെ തലക്കനിൽ തുടങ്ങി ഇതുപോലെ ആം ഹോളിൻ്റെ അവിടെയൊക്കെ സ്റ്റിച്ചിങ്ങൊക്കെ കറക്റ്റാക്കി പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ 2 സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. കണ്ടല്ലോ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് യോക്ക് പാർട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കിട്ടി. കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ യോക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു വിടത്തിൽ നമുക്ക് സ്കേർട്ട് സൈഡ് അറ്റാച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് സ്കേർട്ടിനുള്ള പാർട്ട് എടുത്ത് അതിൻ്റെ ലൈനിങ്ങിൽ നമുക്കൊരു കട്ട് പീസ് വെച്ച് കൊടുക്കാനുണ്ട്. അപ്പം ആ ഒരു കട്ട് പീസ് നമുക്ക് ആദ്യം അറ്റാച്ച് ചെയ്യാം. അതിന് ശേഷം നമുക്ക് അരവണ്ണം രണ്ടും അറ്റാച്ച് ചെയ്യാനുണ്ട്. കണ്ടല്ലോ ഈ ഒരു ഭാഗത്താണ് ഈ ഒരു പീസ് അറ്റാച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ കട്ടിങ് വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ കട്ടിങ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. എന്നാൽ മാത്രമാണ് ഈ ഒരു കട്ട് പീസ് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് പീസ് വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കുക. നല്ല ഇതുപോലെ ആ കട്ട് പീസ് വെച്ച് അറ്റാച്ച് ചെയ്യുക. സ്കേർട്ടിൻ്റെ 2 ഭാഗത്തായിട്ട് ഈ കട്ട് പീസ് വെച്ച് കൊടുക്കാനുണ്ട്. കണ്ടല്ലോ ഈ ഒരു എഡ്ജ് ഭാഗത്ത് ആ കട്ട് പീസിൻ്റെ വീതി ഭാഗം വരുന്ന രീതിക്ക് വേണം കട്ട് പീസ് വെക്കാൻ. അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ മറിച്ചിട്ടാൽ ഇതുപോലെയാണ് കിട്ടുക. എന്നിട്ട് കറക്റ്റാക്കി എല്ലാ ഭാഗവും 4 ഫോൾഡറാക്കി വെച്ചതിന് ശേഷം നമുക്ക് കറക്റ്റാക്കി ബാക്കി വരുന്നത് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 4 ഫോൾഡാക്കി വെക്കുന്നത് പോലെ വെച്ച് ബാക്കി വരുന്ന ആ ഒരു എഡ്ജ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെയും മെയിൻ ക്ലോത്തിൻ്റെയും അരവണ്ണം ഇതുപോലെ ചേർത്ത് വെച്ച് കണ്ടല്ലോ മെയിൻ ക്ലോത്തിൻ്റെ ചീത്തവശത്ത് ലൈനിങ് ക്ലോത്ത് വെച്ച് അരവണ്ണം അറ്റാച്ച് ചെയ്യുക. മെയിൻ ക്ലോത്തിൽ ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്യുക. കണ്ടല്ലോ ഇതുപോലെ അരവണ്ണം അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ലൈനിങ്ങും മെയിൻ ക്ലോത്ത് ഇതുപോലെ അറ്റാച്ച് ചെയ്യുമ്പോൾ ലൈനിങ് കുറച്ച് ഏറെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ഒരു പ്ലീറ്റ്സൊക്കെ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഞാനിവിടെ 2-3 പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം മെയിൻ ക്ലോത്തിൻ്റെയും കാട്ടിൽ ലൈനിങ് വിടുത്ത് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ 2-3 പ്ലീറ്റ്സ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടല്ലോ സ്കേർട്ടിൻ്റെ
അരവണ്ണം നമ്മൾ ലൈനിങ്ങുമായി അറ്റാച്ച് ചെയ്തു. കടല ഇതുപോലെ കിട്ടി. ഇനി നമുക്ക് സൈഡൊന്ന് അറ്റാച്ച് ചെയ്യാനുണ്ട്, താഴെ വരെ അറ്റാച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് യോക്ക് പാർട്ടിൻ്റെ വിഡ്ത്ത് എത്രയാണോ അതിനനുസരിച്ച് ഈ ഒരു സ്കേർട്ടിൻ്റെ അരവണ്ണവും കറക്റ്റാക്കി അടയാളപ്പെടുത്തി ആ ഒരു അടയാളപ്പെടുത്തിയ ഭാഗത്തു നിന്നും സൈഡ് ഫുള്ളായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക. ലൈനിങ്ങും മെയിൻ ക്ലോത്തൊക്കെ കറക്റ്റാക്കി ഇതുപോലെ പിടിച്ച് അറ്റാച്ച് ചെയ്യുക. ഈ ഒരു നടുഭാഗത്തായിട്ട് എത്തുമ്പോൾ നമുക്ക് ലൈനിങ് കൂട്ടാതെ മെയിൻ ക്ലോത്ത് മാത്രം അറ്റാച്ച് ചെയ്യുക. കടല ഇതുപോലെ. ഇനി അതിന് ശേഷം മെയിൻ ക്ലോത്ത് ഉള്ളിലേക്ക് വെച്ച് ലൈനിങ്ങും ഇതുപോലെ തന്നെ ലൈനിങ് മാത്രം അറ്റാച്ച് ചെയ്യുക. കണ്ടല്ലോ, ഈ ഒരു മെയിൻ ക്ലോത്ത് ഉള്ളിലേക്ക് വെച്ച് ലൈനിങ് മാത്രം ഇതുപോലെ അറ്റാച്ച് ചെയ്യുക. അത് നമുക്ക് എഡ്ജൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് സ്കേർട്ട് ഇതുപോലെ വെച്ച് യോക്കിൻ്റെ നല്ല വശം ഇതുപോലെ മറച്ചതിന് ശേഷം സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെക്കുക. യോക്ക് വെച്ചതിന് ശേഷം സ്കേർട്ടിൻ്റെ സൈഡും അതുപോലെ യോക്കിൻ്റെ സൈഡ് ഭാഗവും കറക്റ്റാക്കി സ്റ്റിച്ചിങ് കറക്റ്റാക്കി വെച്ച് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഈ ഒരു സൈഡ് സ്റ്റിച്ചിങ് കറക്റ്റാക്കി പിടിക്കുക. അതുപോലെ കറക്റ്റാക്കി പിടിച്ചതിന് ശേഷം ആ ഒരു ഭാഗത്ത് നിന്നും 1/2 ഇഞ്ച് വിഡ്ത്തിൽ ഫുള്ള് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. യോക്കിൻ്റെ എഡ്ജും സ്കേർട്ടിൻ്റെ എഡ്ജും വലിച്ചു പിടിക്കാതെ ലൂസിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. വലിച്ചു പിടിക്കരുത് കേട്ടോ, വലിച്ചു പിടിച്ചാൽ നല്ല വൃത്തിയിൽ കിട്ടില്ല. അപ്പോൾ നമ്മുടെ സ്കേർട്ടും യോക്കും അറ്റാച്ച് ചെയ്തു. ഇനി ഇതൊന്ന് മറിച്ച് നോക്കാം. അപ്പോൾ നമ്മളെ ഈ ഒരു ടോപ്പ് അടിപൊളി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, യോക്കും സ്കേർട്ടൊക്കെ അറ്റാച്ച് ചെയ്തു. വല്ല സ്റ്റിച്ചിങ്ങും ഇത് കഴിഞ്ഞു. ഇനി എഡ്ജ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. താഴെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഇതിൻ്റെ എഡ്ജ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ഈ ഒരു അംബ്രല്ല കട്ടിങ്ങിലുള്ള ഗൗണ്, അതായത് ടോപ്പ് വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.